നേരത്തെ സുനൈദ് ഈ വാർഡിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ വാർഡുകാരനല്ല സുനൈദ് അല്ലേ? അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ പാർട്ടി തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു. യൂത്ത് ലീഗിൻ്റെ ഒന്ന് രണ്ട് ആളുകളെ എന്താ പറയുക സ്ഥാനാർത്ഥി മുഖങ്ങളെ വെട്ടിയിട്ടാണ് സുനൈദ് ഇവിടത്തേക്ക് വന്നത്. പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്. ഞാൻ ഈ വാർഡിൽ നമസ്കാരം. പയ്യോളി വാർത്തകൾ തദ്ദേശകം വോക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻറ്റും 29ാം വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമുന്നതനായ നേതാവുമായ സുനൈദാണ്. സ്വാഗതം ഈ പരിപാടിയിലേക്ക്. കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത എന്ന് തന്നെ പറയാം ഒരു പരിപാടിയാണ് വാർഡ് സഭകളിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങയുടെ വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനുള്ള പ്രചോദനം? എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തന രീതികൾ? അതായത് വാർഡ് സഭകളെ ജനകീയമാക്കുക എന്നുള്ള രീതിയിൽ, അതായത് ഓരോ പദ്ധതികളും വാർഡ് സഭയിൽ കൂടി വരണം എന്നുള്ള ഒരാശയം നമ്മുടെ മനസ്സിൽ ഉദിക്കുകയും അതോടൊപ്പം ആ വാർഡ് സഭകൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് മൊബൈൽ യുഗത്തിൽ ജനങ്ങൾ വാർഡ് സഭകളിലേക്ക് വരാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജനകീയത വർദ്ധിപ്പിക്കാൻ വേണ്ടി പല പദ്ധതികളും അതോടൊപ്പം സമ്മാന പദ്ധതികൾ ഒരുക്കിക്കൊണ്ട് വാർഡ് സഭയിൽ വരുന്ന ആൾക്കാർക്ക്, വരുന്ന എല്ലാവർക്കും സമ്മാനങ്ങളും അതോടൊപ്പം അവർക്ക് മെഡിക്കൽ ചെക്കപ്പും അതോടൊപ്പം ഹൈബ്രിഡ് വിത്തുകളും നൽകിക്കൊണ്ട് ബമ്പർ പ്രൈസുകളും നൽകിക്കൊണ്ട് വാർഡ് സഭയെ ജനകീയമാക്കിക്കൊണ്ട് ആദ്യ വാർഡ് സഭയിൽ തന്നെ 558 ഓളം വോട്ടർമാർ വോട്ട് ചെയ്ത ഈ വാർഡിൽ നിന്നും 300 ചില്ലാണ് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശതമാനക്കണക്കിൽ ഏറ്റവും ഉയരത്തിൽ. അപ്പൊ ആ രീതിയിൽ ചിലപ്പോൾ കേരളത്തിൽ തന്നെ ആ ആനുപാതികം വെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു വാർഡ് സഭയാക്കി മാറ്റാൻ കഴിഞ്ഞതിലും ആ വാർഡ് സഭയ്ക്ക് സഹകരിച്ച ഈ വാർഡ് സഭയിലുള്ള എല്ലാവർക്കും പ്രത്യേകം. അതോടൊപ്പം തന്നെ ഇതിന് എതിരായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു ഗതികേടാണ് ഈ ഒരു സമ്മാന പദ്ധതിയിലേക്ക് വരാനുണ്ടായ കാരണം. കാരണം എന്ന് പറഞ്ഞാൽ ജനകീയ ഇത്തരം സഭകളിൽ വാർഡ് സഭകളിലേക്ക് ആളെത്താത്തത് കൊണ്ട് ആളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം അതൊരു ഗതികേടല്ലേ എന്നൊരു ആരോപണം കൂടി. തീർച്ചയായും താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിൽ അതിനൊരു അർത്ഥമാക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് വാർഡ് സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വാർഡ് സഭയിൽ പങ്കെടുക്കാതിരിക്കുന്നത് കൊണ്ട് എന്താണ് വാർഡ് സഭ എന്ന് അറിയാത്ത ഒരു വിഷയമുണ്ട്. അപ്പം വാർഡ് സഭയിൽ ഉന്നയിക്കുന്ന ഇന്നത്തെ വിഷയങ്ങൾ, അതായത് കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളും അതോടൊപ്പം പയ്യോളി മുനിസിപ്പാലിറ്റി അവിടുത്തെ ഭരണസമിതിയും ഉണ്ടാക്കുന്ന പദ്ധതികളും ജനങ്ങളിലേക്ക് ഏത് രൂപത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ള രൂപത്തിലേക്ക് ആദ്യം തന്നെ ജനങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അത്രത്തോളം ഒരു സമ്മാനങ്ങൾ. ഈ സമ്മാനങ്ങളൊക്കെ അതാത് ഗ്രാമസഭകളിൽ വിതരണം ചെയ്യാറുണ്ടോ? എല്ലാ ഗ്രാമസഭകളിലും ഈ സമ്മാനം മാത്രമല്ല, അത് ഒരു മെഡിക്കൽ ചെക്കപ്പും അതുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള പദ്ധതികളൊക്കെ തന്നെ അതിൽ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രാമസഭകളിൽ ആളെ എത്തിക്കുന്ന പരിപാടി കൂടാതെ നികുതി പിരിവ് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ കേട്ടു. എന്താണ് അതിന്റെ പ്രവർത്തനം? അതായത് പയ്യോളി നഗരസഭയിൽ, അതായത് നമുക്കറിയാം തദ്ദേശീയ സംവിധാനത്തിൽ നമ്മളെ ഓൺ ഫണ്ടുകൾ എത്രത്തോളം മുനിസിപ്പാലിറ്റികളിൽ എത്തിപ്പെടുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ആ നഗരസഭയുടെയും ആ പ്രദേശത്തിന്റെയും വികസനം. അത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എത്രയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാം. സെക്രട്ടറി തലങ്ങളിലും അതോടൊപ്പമുള്ള മീറ്റിങ്ങുകളിലും അതിനുള്ള ക്യാമ്പും കാര്യങ്ങളും ചെയ്യുമ്പോൾ എൻ്റെ വാർഡിൽ നിന്നും ആ ആവശ്യമായ, അതായത് എത്രയാണോ നികുതി അത് എത്തിക്കാനുള്ള ഒരു മറുമരുന്നാണ് ആ രൂപത്തിലേക്ക്. അതിലും നറുക്കെടുപ്പിലൂടെ അതിൽ വ്യത്യസ്തമായ മധുര വിതരണവും, അതായത് നികുതി അടക്കാൻ വരുന്നവർക്ക് മധുരം കൊടുത്തും അതോടൊപ്പം അതൊരു സമ്മാന പദ്ധതിയൊക്കെ ആക്കി നിലവിൽ ഒരു ക്യാമ്പ് നടത്തിയാൽ കിട്ടുന്നതിനേക്കാൾ ഉപരി 4-5 ഇരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു സംവിധാനം ഒരുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 100% ഈ പഴയതിൽ നിന്ന് 100%ത്തിലേക്ക് വരെ സാധിച്ചിട്ടുണ്ട്.
ഒരു നഗരസഭാംഗം എന്നുള്ള നിലയിൽ നമ്മളെ വാർഡുകളിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനോ കൊടുക്കാനോ സാധിച്ചിട്ടുണ്ടോ? നിലവിൽ എനിക്ക് അനുവദിച്ച ഫണ്ടുകൾ, എന്നെ സംബന്ധിച്ച് എനിക്ക് അനുവദിക്കപ്പെട്ട ഫണ്ടുകൾ പൂർണ്ണമായും 100% നമ്മൾ ഒരിക്കലും ചെയ്തു എന്നൊരു പിന്നെ കൗൺസിലർക്കും ചിലപ്പോൾ പറയാൻ കഴിയില്ല. എന്നാലും എനിക്ക് അനുവദിച്ച ഫണ്ടുകൾ അതത് പ്രദേശത്ത് അനുവദിക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരു മീറ്റിംഗ് കൂടുകയും അതിന് ഏറ്റവും അനുയോജ്യമായത്, അതായത് വാർഡ് സഭകളിലൂടെ വന്ന പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സംവിധാനത്തിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. എത്രത്തോളം തുകയുടെ ഒരു വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ലക്ഷങ്ങളോ കോടികളോ, അത് പിന്നെ നഗരസഭയുടേതായാലും ശരി, പുറത്തു നിന്നുള്ള ഫണ്ടുകൾ സ്വീകരിക്കുന്നത്, ഇപ്പൊ ഉദാഹരണം എന്ന് പറഞ്ഞാൽ MP MLA ഫണ്ടുകൾ, ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് എത്രത്തോളം വികസനം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്? ഏകദേശം ഒരു 80ന്റെ മുകളിൽ. അതിൽ PT ഉഷയുടെ ഒരു ഫണ്ട് വരാനുണ്ട്. അത് പ്രഖ്യാപനം ഏകദേശം ഒരാഴ്ചൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന്റെ മുമ്പേ വരും. അതേപോലെ ഷാഫി പറമ്പിൽ MP-യുടെ ഒരു ഫണ്ട് എന്ന് ഇതല്ല, അത് പിന്നെ ഒരു മിനി മാസ് ലൈറ്റ് ആയിട്ട് വരാനും ഉണ്ട്. അതായത് നമുക്ക് കിട്ടാൻ കഴിയുന്ന നിലവിൽ ഉള്ള ജനപ്രതിനിധികളുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ മേഖലയിലും നമ്മൾ ഫണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾക്കായി സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന കൂട്ടത്തിലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരമാണേ, മറ്റൊന്നല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന തരത്തിൽ ആ ഒരു ദേഷ്യം ഈ പൊതുപ്രവർത്തനത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുമായി സംവദിക്കുമ്പോൾ ആ രീതിയിലൊന്നും കൂടുതലായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാറില്ല. ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അതിന്റെ ആവശ്യം വരാറില്ല. കാരണം ഇന്നേ വരെ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ ഡിവിഷനിൽ, അതായത് 29ാം ഡിവിഷനിൽ ഒരു കോള് വരികയാണെങ്കിൽ തിരിച്ച് അവരെ വിളിക്കുകയും അതോടൊപ്പം പിന്നെ അവരെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കും. ഏറ്റവും കയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചുകൊണ്ടെങ്കിൽ, കാരണം ഞാൻ പിന്നെ പയ്യോളിയിൽ ഈ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എനിക്ക് ഒരു കച്ചവടം നടക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്നെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവാൻ കഴിയാറുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് വലിയൊരു ഉപകാരം ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഇനിയിപ്പോൾ മറ്റുള്ള വാർഡുകളിൽ നിന്നും ചില ആളുകൾ വിളിക്കുന്നവരും സുനൈദ് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും എന്നുള്ള രൂപത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സുനൈദ് ഈ വാർഡിലേക്ക് വരുമ്പോൾ ശരിക്കും ഈ വാർഡുകാരനല്ല സുനൈദ് അല്ലേ? അപ്പോൾ ഒരുപാട് എതിർപ്പുകൾ പാർട്ടി തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ 1-2 ആളുകളെ, എന്താ പറയുക, സ്ഥാനാർത്ഥി മുഖങ്ങളെ വെട്ടിയിട്ടാണ് സുനൈദ് ഇവിടത്തേക്ക് വന്നത്. പറഞ്ഞതിൽ ചെറിയ തെറ്റുണ്ട്. ഞാൻ ഈ വാർഡിലെ വോട്ടറാണ്. അത് ശരി. അതായത് എൻ്റെ എന്താ പറയുക, ഞാൻ കളിച്ചു വളർന്നത്, എൻ്റെ ഐഡന്റിറ്റി ശരിക്ക് ഈ വാർഡാണ്. അത് ശരി. അതായത് എൻ്റെ എന്താ പറയുക, എൻ്റെ ഒരു സ്വത്തിന്റെ, എൻ്റെ വാപ്പ ഉണ്ടാക്കിയ സ്വത്തിന്റെ ഏകദേശം വലിയൊരു ഭാഗവും ഈ വാർഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ഈ വാർഡിലെ വോട്ടറാണ്. എൻ്റെ കുടുംബത്തിന്റെ വോട്ടുകളൊക്കെ ഇവിടെ തന്നെയാണ്. അത് ശരി. അപ്പൊ കെട്ടിയിറക്കി എന്ന് പറയുന്നത് ആരോപണം ശരിയല്ല, നിലനിൽക്കുന്നതല്ല. അല്ല. അപ്പോ കൂടുതലായും പിന്നെ ആ രൂപത്തിലേക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ സ്ഥാനാർത്ഥി വരുമ്പോൾ യൂത്ത് ലീഗിന് പ്രാതിനിധ്യം വരുന്ന ഒരു സ്ഥാനാർത്ഥിത്വം യൂത്ത് ലീഗ് കമ്മിറ്റി, പ്രത്യേകിച്ച് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ വേണ്ടപ്പെട്ട ഒരു കാൻഡിഡേറ്റിനെ നോക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് വോട്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വാർഡിന് അവകാശം ഉന്നയിച്ചത്. അന്ന് അത്യാവശ്യം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, അയാളെ വെട്ടിയിട്ടാണ് ശരിക്കും പറയാം. അത് ആ രൂപത്തിൽ തന്നെ പറയാം. അതെല്ലാ വാർഡുകളിലും പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അതിപ്പം പിന്നെ പാർട്ടി ഇപ്പോൾ ഒരാളോട് ഇന്നാളോട് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മാറി നിന്നാലേ പറ്റൂ. പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അത് ആരായാലും അത് അംഗീകരിച്ച് അത്തരം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. അപ്പോൾ പിന്നെ അവരൊക്കെ വാർഡ് വികസന സമിതി കൺവീനറാണ്. എന്നോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാറും ഒക്കെ ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും വാർഡ് സഭകളിലൊക്കെ പരമാവധി പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നികുതി പിരിവിൽ വലിയൊരു വർധനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു 100% വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ സാധൂകരിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടോ? അല്ലെങ്കിൽ അത്തരം ഒരു ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? കൂടുതലും ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. അത് ആ കാര്യങ്ങൾ ജനങ്ങളാണ് പറയേണ്ടത്. അതിനേക്കാൾ ഉപരി
വികസനം നമുക്ക് തരുന്ന ഫണ്ടുകൾ നമ്മുടെ വാർഡിൽ തന്നെയാണ് നമുക്ക് ചെലവഴിക്കാൻ പറ്റൂ. അതെ. അത് ഏകദേശം ആൾക്കാരുടെ, അതായത് ഓരോ സ്ഥലങ്ങളിലും, ഞാനിപ്പോൾ വീണ്ടും പറയുകയാണ്, ഓരോ സ്ഥലങ്ങളിലും വികസനം ചെയ്യുമ്പോൾ അതത് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യാറ്. അതോടൊപ്പം തന്നെ എനിക്ക് അനുവദിച്ച ഫണ്ടുകൾ ഒരു അനാവശ്യ രൂപത്തിൽ, അല്ലാത്ത രൂപത്തിൽ ഈ വാർഡുകൾ വളരെ ഭംഗിയായിട്ട് ചെലവഴിക്കാൻ. ശരിക്കും ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മളൊരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അത് ജനകീയമായ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏത് രീതിയിലാണ്? മെമ്പർക്ക് തോന്നുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ ഇന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്ന പദ്ധതി എന്നുള്ള രീതിയിലാണോ നടപ്പാക്കാറ്? ജനകീയ പ്രശ്നങ്ങൾക്കാണോ കൂടുതൽ? അതായത് അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വിഷൻ നമ്മുടെ എപ്പോഴും മെമ്മറിയിൽ നമ്മൾ ഉണ്ടായിരിക്കണം. കാരണം ഞാനിപ്പോൾ നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്ന, ഞാൻ ഈ നടക്കുന്ന റോഡ് ഏകദേശം ഇന്നേ വരെ, അതായത് ഈ റോഡിലൂടെ ഒരു വാഹനം നേരെ അപ്പുറത്തെ റോഡിലേക്ക് മുട്ടിയിട്ടില്ല. അതെ, കുറുങ്ങിത്താറ റോഡിലേക്ക് മുട്ടിയിട്ടില്ല. ഏകദേശം ഈ പ്രദേശത്തുള്ള ഒരാൾക്ക് വരണമെങ്കിൽ 1 കിലോമീറ്ററോളം അധികം ചുറ്റിയാണ് ബൈക്കും വാഹനങ്ങളും എത്തുന്നത്. എൻ്റെ വാർഡിന്റെ ബോർഡർ ആയിട്ട് പോലും ഈ കഴിഞ്ഞ ഫണ്ട് പൂർണ്ണമായും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 15 ലക്ഷത്തോളം രൂപ, അത് 3-4 പദ്ധതികൾ ചെയ്യേണ്ട സ്ഥാനത്ത് ഒരു സ്ഥലത്തേക്ക് മാത്രം. കാരണം ഒരു വിഷൻ, അതായത് ഒരു പ്രദേശത്തുകാർ അതോടൊപ്പം മറ്റുള്ള സ്ഥലങ്ങളിലുള്ള മറ്റു വാർഡുകളിലും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. അത് മാത്രമാണ് നമ്മളെ വിഷയം. വികസന പ്രവർത്തനങ്ങൾ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ അത് യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്, ഇങ്ങനെയുള്ള പദ്ധതികൾ ഏതെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? അതായത് നിലവിൽ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് അനുവദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാർഡുകളിൽ നിന്നും ആ രൂപത്തിലേക്കുള്ള വികസനങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം നിലവിലിപ്പോൾ തന്നെ ഈ ആഴ്ച നമ്മൾ ഒരു തൊഴിൽമേള, മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു തൊഴിൽമേള നടത്തുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു കൗൺസിലർ എന്നുള്ള രൂപത്തിലേക്ക് അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് എൻ്റെ വാർഡിലുള്ള ഏകദേശം തൊഴിലാളികളെ, അതായത് തൊഴിൽ രഹിതരെ അതിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ വാങ്ങിക്കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വ്യാപാര വ്യവസായിന്റെ നേതൃത്വത്തിൽ പയ്യോളിയിൽ ഇന്ന് ഏകദേശം 24ഓളം, എൻ്റെ അറിവിൽ 24ഓളം ആൾക്കാരെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടിട്ട് വിവിധ സ്ഥലങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.